വെൽക്കം ടു ഈസി മാത്സ്. ഇന്ന് നമ്മൾ ക്ലാസ് 9 ലൈൻസ് ആൻഡ് ആംഗിൾസിന്റെ എക്സസൈസ് 6.2 ഫോർത്ത് ക്വസ്റ്റ്യൻ ആണ് നോക്കാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇൻ ഫിഗർ ഇഫ് P2 പാരലൽ ടു ST, P2 എന്ന് പറയുന്ന ലൈൻ ST ക്ക് പാരലൽ ആണ്. ആംഗിൾ PQR is equal to 110 degree and angle RST is equal to 130 degree. Find angle QRS. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ ആംഗിൾ ആണ് QRS. PQ ST യും പാരലൽ ആണെന്ന് തന്നിട്ടുണ്ട്. PQR 110 ഡിഗ്രി എന്ന് തന്നിട്ടുണ്ട്. RST 130 ഡിഗ്രി എന്ന് തന്നിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആംഗിൾ QRS. ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യുന്നത് PQ യും ST യും പാരലൽ ആണ്. അതുകൊണ്ട് നമ്മൾ ഒരു കൺസ്ട്രക്ഷൻ നടത്താൻ പോവുകയാണ്. കൺസ്ട്രക്ഷൻ ഇതാണ്. കൺസ്ട്രക്ഷൻ എന്താണ്? കൺസ്ട്രക്ഷൻ ഡ്രോ എ ലൈൻ RU പാരലൽ ടു ST. അതായത് ഒരു ലൈൻ RU വരയ്ക്കുക, ST ക്ക് പാരലായിട്ട് വേണം ആ ലൈൻ വരയ്ക്കാൻ. ത്രൂ പോയിന്റ് R എന്ന് പറയുന്ന പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന ഒരു പാരലൽ ലൈൻ വരയ്ക്കുക. ST ക്ക് പാരലായിട്ട് വേണം നമ്മൾ ആ ലൈൻ വരയ്ക്കാൻ എന്നാണ് പറഞ്ഞേക്കുന്നത്, അല്ലേ? ST ക്ക് പാരലായിട്ട് വേണം ആ ലൈൻ വരയ്ക്കാൻ. ആറിലൂടെ പാസ് ചെയ്യുന്ന ഒരു ലൈൻ വരയ്ക്കുക. ഡ്രോ എ ലൈൻ RU പാരലൽ ടു ST ത്രൂ പോയിന്റ് R. അല്ലേ? R എന്ന് പറയുന്ന പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന ST ക്ക് പാരലൽ ആയിട്ട് ഒരു ലൈൻ വരയ്ക്കുക. ആ ലൈനെ നമ്മൾ RU എന്ന പേര് കൊടുക്കാൻ പറഞ്ഞു. മനസ്സിലായല്ലോ? ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ ആംഗിൾ ആണ്. എങ്ങനെ കണ്ടുപിടിക്കാം എന്ന് നോക്കാം. ഞാൻ ഇവിടെ ഒരു ആംഗിൾ ഫോം ചെയ്തിട്ടുണ്ട്, ഇവിടെയും ഒരു ആംഗിൾ ഫോം ചെയ്തിട്ടുണ്ട്, ഇല്ലേ? അപ്പൊ നമ്മൾ ആറിലൂടെ പാസ് ചെയ്യുന്ന ഒരു ലൈൻ എന്ന് പറയുമ്പോൾ ഇങ്ങനെ വരാമല്ലോ. ഇതാണ് ആ ലൈൻ. ഇവിടെ 3 ആംഗിൾ ആണ് ഫോം ചെയ്തേക്കുന്നത്, അല്ലേ? ഇവിടെ 3 ആംഗിൾ ഫോം ചെയ്തിട്ടുണ്ട്. അതിന് ഞാൻ പേര് കൊടുക്കാൻ പോവുകയാണ്. A എന്നും B എന്നും C എന്നും പേര് കൊടുത്തു. ഏതൊക്കെ ആംഗിളാണ്? A യും B യും C യും ഞാൻ കൊടുത്തു. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പൊ നമ്മൾ ആദ്യം കണ്ടുപിടിക്കാൻ പോകുന്നത് നോക്കാം. നമുക്കറിയാം, രണ്ട് പാരലൽ ലൈനെ ട്രാൻസ്വേഴ്സിൽ കട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കണ്ടീഷൻസ് ഒക്കെ നമുക്കറിയാം. ഓൾട്ടർനേറ്റ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും, കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും, ട്രാൻസ്വേഴ്സിന്റെ സെയിം സൈഡിൽ വരുന്ന ആംഗിൾസിന്റെ സം എന്തായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. ഒക്കെ നമുക്ക് കണ്ടീഷൻസ് അറിയാം. ഇവിടെ ഞാൻ ഇപ്പോൾ എടുക്കാൻ പോകുന്നത് നോക്കുക. ST RUവിന് പാരലൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, അല്ലേ? ST RUവിന് പാരലൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ST PQവിന് പാരലൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? PQ എന്ന് പറയുന്നത് RUവിന് പാരലൽ ആണെന്ന് എഴുതാം. മനസ്സിലാകുന്നുണ്ടല്ലോ? PQ എന്ന് പറയുന്നത് ST ക്ക് പാരലൽ ആണ്. ST ക്ക് RU ഇപ്പൊ പാരലൽ ആണ്. നമ്മൾ വരച്ചു, പാരലൽ ലൈൻ ഇപ്പൊ വരച്ചു. ST എന്ന് പറയുന്നത് RUവിന് പാരലൽ ആണ്. PQ ST ക്ക് പാരലൽ ആണ്. ST RUവിന് പാരലൽ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം ഇതിൽ നിന്ന്? ദാറ്റ് ഇംപ്ലൈസ് എന്ത് എഴുതാം? PQ is parallel to RU എന്ന് എഴുതാം. PQ എന്ന് പറയുന്ന ലൈൻ RUവിനും പാരലൽ ആണെന്ന് എഴുതാം. മനസ്സിലായല്ലോ? അപ്പൊ നോക്കുക, ST പാരലൽ ടു RU ഞാൻ എടുക്കാൻ പോവുകയാണ്. ST parallel to RU and transversal SR. ST യും RU യും പാരലൽ ആണ്. SR അതിന്റെ ട്രാൻസ്വേഴ്സൽ ആയിട്ട് എടുക്കുന്നു. RS is a transversal. നോക്കിയേ, ST RUവിന് പാരലൽ ആണ്. അതിലെ ട്രാൻസ്വേഴ്സൽ ആണ് SR എങ്കിൽ അല്ലെങ്കിൽ RS എങ്കിൽ നമുക്കറിയാം സെയിം സൈഡിൽ വരുന്ന ആംഗിളിന്റെ സം സപ്ലിമെന്ററി ആയിരിക്കും, അല്ലേ? സം ഓഫ് സെയിം സൈഡിൽ വരുന്ന ആംഗിൾസിന്റെ സം എന്തായിരിക്കും? സപ്ലിമെന്ററി ആയിരിക്കും. അതുകൊണ്ട് നമുക്ക് എന്തെഴുതാം? 130 പ്ലസ് A is equal to 180 ഡിഗ്രി എന്ന് എഴുതാം. സെയിം സൈഡ് ട്രാൻസ്വേഴ്സൽ ഇതാണ്,
ഇതിന്റെ സെയിം സൈഡിൽ വരുന്ന രണ്ട് ആംഗിൾസ് ആണ് 130ഉം എയും. സോ അതിന്റെ സം എടുക്കുമ്പോൾ നമുക്ക് എന്ത് എഴുതാം? 180 ഡിഗ്രി എന്ന് എഴുതാം. സോ ഇതിന് നമുക്ക് എ എന്ത് എഴുതാം? 180 മൈനസ് 130 ഡിഗ്രി ഈസ് ഈക്വൽ ടു 50 ഡിഗ്രി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? എയുടെ വില നമുക്ക് എന്ത് കിട്ടി? 50 ഡിഗ്രി എന്ന് കിട്ടി. മനസ്സിലായല്ലോ? അപ്പൊ എന്താണ് റീസൺ? എന്താണ് എഴുതുന്നത്? കോൺസിക്യൂട്ടീവ് ഇന്റീരിയർ ആംഗിൾസ്. ഇതിന്റെ റീസൺ എന്ത് എഴുതും? കോൺസിക്യൂട്ടീവ് ഇന്റീരിയർ ആംഗിൾസ് എന്ന് എഴുതിക്കൊള്ളുക. ബ്രാക്കറ്റിൽ കോൺസിക്യൂട്ടീവ് ഇന്റീരിയർ ആംഗിൾസ്, അതായത് സെയിം സൈഡിൽ വരുന്ന ആംഗിളിന്റെ സം എന്തെന്ന് നമുക്ക് പറയാം? 180 ഡിഗ്രി ആണെന്ന് പറയാം. ആ കണ്ടീഷൻ ഉപയോഗിച്ചാണ് നമ്മൾ എ കണ്ടുപിടിച്ചത്. ഇനി അടുത്തത് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്, നമ്മളിവിടെ പ്രൂവ് ചെയ്തു വെച്ചു പി ക്യു പാരലൽ ടു ആർ യു ആണെന്ന് പ്രൂവ് ചെയ്തു. അങ്ങനാണെങ്കിൽ പി ക്യൂവും ആർ യു എന്ന് പറയുന്ന ലൈനും പരസ്പരം പാരലൽ ആണെന്നാണ് തന്നിരിക്കുന്നത്. അങ്ങനാണെങ്കിൽ ക്യു ആർ അതിന്റെ ട്രാൻസ്വേഴ്സൽ ആയിട്ട് എടുക്കാം. പി ക്യു എന്ന് പറയുന്ന ലൈനും ക്യു ആർ എന്ന് പറയുന്ന ലൈനും യു ആർ എന്ന് പറയുന്ന ലൈനും പാരലൽ ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനാണെങ്കിൽ ക്യു ആർ എന്ന് പറയുന്നത് അതിന്റെ ട്രാൻസ്വേഴ്സൽ ആയിട്ട് എടുക്കാം. അല്ലേ? അപ്പൊ എന്തെഴുതാം? പി ക്യു പാരലൽ ടു ആർ യു ആൻഡ് ട്രാൻസ്വേഴ്സൽ എന്തെടുക്കാം? ട്രാൻസ്വേഴ്സൽ ക്യു ആർ എന്നെടുക്കാം. ട്രാൻസ്വേഴ്സൽ ക്യു ആർ. അല്ലേ? പി ക്യു പാരലൽ ടു ആർ യു, ക്യു ആർ ഇസ് എ ട്രാൻസ്വേഴ്സൽ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തെഴുതാം? സെയിം സൈഡിൽ വരുന്ന ആംഗിളിന്റെ സമ്മിനെ നമുക്ക് എന്തെഴുതാം? 180 ഡിഗ്രി എന്ന് എഴുതാം. 110 പ്ലസ് ബി ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി എന്ന് എഴുതാം. ഓർ ബി ഈസ് ഈക്വൽ ടു 180 മൈനസ് 110 ഡിഗ്രി എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 70 ഡിഗ്രി. നമുക്ക് എന്തെഴുതാം? 70 ഡിഗ്രി എന്ന് എഴുതാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ആംഗിൾ ബി കിട്ടി. ആംഗിൾ ബി എന്ത് കിട്ടി? 70 ഡിഗ്രി എന്ന് കിട്ടി. നമുക്ക് സി ആണ് കണ്ടുപിടിക്കേണ്ടത്. എങ്ങനെ നമ്മൾ സി കണ്ടുപിടിക്കും? നോക്കിയേ, എങ്ങനെ നമുക്ക് ഈ ആംഗിൾ സി കണ്ടുപിടിക്കാൻ പറ്റും? നോക്കുക, ഇതൊരു ലൈൻ ആണില്ലേ? എന്താണ്? ഇതൊരു ലൈൻ. ആർ യു എന്ന് പറയുന്ന ഒരു ലൈൻ ആണ്. ആ ലൈനിന്റെ ആംഗിൾ എന്ന് പറയുന്നത് നമുക്കറിയാം 180 ഡിഗ്രി ആണെന്നറിയാം. അതുകൊണ്ട് നമുക്ക് എന്തെഴുതാം? ഈ മൂന്ന് ആംഗിളിന്റെ സമ്മിനെ നമുക്ക് 180 എന്ന് വിളിക്കാം. അല്ലേ? ആർ യു ഇസ് എ ലൈൻ. അതുകൊണ്ട് നമുക്ക് എന്തെഴുതാം? എ പ്ലസ് ബി പ്ലസ് സി ഇസ് ഈക്വൽ ടു 180. അല്ലേ? ഒരു ലൈനിൽ ലൈ ചെയ്യുന്ന എല്ലാ ആംഗിളിന്റെയും കൂടെ സം എന്തായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. അതുകൊണ്ട് നമുക്ക് എന്തെഴുതാം? എ പ്ലസ് ബി പ്ലസ് സി ഇസ് ഈക്വൽ ടു 180. എ അറിയാം 50 ഡിഗ്രി, ബി അറിയാം 70 ഡിഗ്രി, സി നമുക്കറിയില്ല, ഇസ് ഈക്വൽ ടു 180 ഡിഗ്രി. അല്ലേ? 50 പ്ലസ് 70 നമുക്കറിയാം 120 ഡിഗ്രി ആണ്. 120 പ്ലസ് സി ഇസ് ഈക്വൽ ടു 180 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ സി ഇസ് ഈക്വൽ ടു നമുക്ക് എന്തെഴുതാം? 180 മൈനസ് 120 that is equal to 60 ഡിഗ്രി. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ട ആംഗിൾ ഏതായിരുന്നു? QRS എന്ന് പറയുന്ന ആംഗിൾ ആയിരുന്നു. സോ സി ഇസ് ഈക്വൽ ടു 60 ഡിഗ്രി. നമുക്ക് എന്തെഴുതാം? ആംഗിൾ QRS ഇസ് ഈക്വൽ ടു 60 ഡിഗ്രി എന്ന് എഴുതാം. ഇതല്ലായിരുന്നു നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഒന്നുകൂടെ പറയാം എങ്ങനെയാണ് കണ്ടുപിടിച്ചതെന്ന്. നോക്കുക, നമുക്ക് പി ക്യൂ എസ് ടിക്ക് പാരലൽ ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ആംഗിൾ സി ആയിരുന്നു കണ്ടുപിടിക്കേണ്ടത്. അതിന് നമ്മൾ ഒരു അഡീഷണൽ ആയിട്ട് ഒരു കൺസ്ട്രക്ഷൻ നടത്തി. എസ് ടിക്ക് പാരലായിട്ട് നമ്മൾ ആർ യു എന്ന് പറയുന്ന ലൈൻ വരച്ചു. അങ്ങനെയാണെങ്കിൽ എസ് ടി പാരലൽ ടു ആർ യു ആണ്, പി ക്യു പാരലൽ ടു എസ് ടിയും ആണെങ്കിൽ നമുക്ക് ആ രണ്ട് കണ്ടീഷനിൽ നമുക്ക് എന്ത് പറയാം? പി ക്യു ഈസ് പാരലൽ ടു ആർ യു എന്ന് പറയാം. പിന്നെ നമ്മൾ ചെയ്തത് എസ് ടിയും ആർ യും പാരലൽ ആണെന്ന് എടുത്തു. അതിന്റെ ട്രാൻസ്വേഴ്സൽ ആണ് എസ് ആർ എങ്കിൽ അതിന്റെ സെയിം സൈഡിൽ വരുന്ന ആംഗിളിന്റെ സം എന്തെന്ന് എഴുതാം? 180 ഡിഗ്രി എന്ന് എഴുതാം. അതായത് 130 പ്ലസ് എ ഇസ് ഈക്വൽ ടു 180 ഡിഗ്രി എന്ന് എഴുതി. അതിൽ നിന്ന് നമുക്ക് എ എന്ത് കിട്ടി? 180 മൈനസ് 130 ഡിഗ്രി ഇസ് ഈക്വൽ ടു 50 ഡിഗ്രി. അപ്പോൾ നമുക്ക് എ കിട്ടി. ഇനി അടുത്തത് പി ക്യു പാരലൽ ടു ആർ യു എടുക്കുന്നു. അതിന്റെ ട്രാൻസ്വേഴ്സൽ ആണ് ക്യു ആർ എങ്കിൽ സെയിം സൈഡിൽ വരുന്ന ആംഗിളിന്റെ സമ്മിനെ നമുക്ക് എന്ത് എഴുതാം? 180 ഡിഗ്രി എന്ന് എഴുതാം. 110 പ്ലസ് ബി ഇസ് ഈക്വൽ ടു 180 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിൽ നിന്ന് ബി എന്ത് എഴുതാം? 180 മൈനസ് 110 ഡിഗ്രി എന്ന് എഴുതാം. 70 ഡിഗ്രി. അപ്പോൾ നമുക്ക് എയും കിട്ടി, ബിയും കിട്ടി. നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത് ഏത് ആംഗിൾ ആയിരുന്നു? ആംഗിൾ QRS ആയിരുന്നു കണ്ടുപിടിക്കേണ്ടത്. നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെ നമ്മൾ
ഒരു ലൈനാണ് കിടക്കുന്നത്. ആ ലൈനിൽ ഫോം ചെയ്യുന്ന 3 ആംഗിളിന്റെയും കൂടെ സമ്മ നമുക്ക് എന്തെന്ന് എഴുതാം? 180 ഡിഗ്രി. നമുക്കറിയാം ഒരു സ്ട്രെയിറ്റ് ആംഗിൾ എന്ന് പറയുന്നത് എത്ര ഡിഗ്രിയാണ്? 180 ഡിഗ്രി. അപ്പോൾ ഈ സ്ട്രെയിറ്റ് ആംഗിളിനെ 3 ആംഗിളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, എയും ബിയും സിയും. സോ എ പ്ലസ് ബി പ്ലസ് സി ഇസ് ഈക്വൽ ടു 180 ഡിഗ്രി. സോ ഈ 50 പ്ലസ് 70 പ്ലസ് സി ഇസ് ഈക്വൽ ടു 180. അങ്ങനെയാണെങ്കിൽ സി ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? 60 ഡിഗ്രി. അതായത് ആംഗിൾ സി എന്ന് പറയുന്നത് ഏത് ആംഗിളാണ്? ആംഗിൾ QRS ഇസ് ഈക്വൽ ടു 60 ഡിഗ്രി. മനസ്സിലായല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ 5th ക്വസ്റ്റ്യൻ ആണ്. ഇൻ ഫിഗർ AB parallel to CD, angle APQ is equal to 50 degree, angle PRD is equal to 127 degree. Find X and Y. AB യും CD യും പാരലൽ ആണെന്ന് തന്നിട്ടുണ്ട്. പിന്നെ തന്നിരിക്കുന്നത് ആംഗിൾ APQ തന്നിട്ടുണ്ട് 50 ഡിഗ്രി, ആംഗിൾ PRD തന്നിട്ടുണ്ട് 127 ഡിഗ്രി. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആംഗിൾ എക്സും വൈയുമാണ് കണ്ടുപിടിക്കേണ്ടത്. നോക്കുക, AB പാരലൽ ടു CD അല്ലേ? AB പാരലൽ ടു CD ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തെഴുതാം? PQ അതിന്റെ ട്രാൻസ്വേഴ്സൽ ആയിട്ട് എടുക്കാം അല്ലേ? എന്തെടുക്കാം? AB പാരലൽ ടു CD ആൻഡ് ട്രാൻസ്വേഴ്സൽ അതിന്റെ ട്രാൻസ്വേഴ്സൽ ആണ് ഏത്? PQ ആണെങ്കിൽ നമുക്കറിയാം ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് ഈക്വൽ ആയിരിക്കും അല്ലേ? ABയും CDയും പാരലൽ ലൈൻസ് ആണ്, അതിന്റെ ട്രാൻസ്വേഴ്സൽ ആണ് PQ എങ്കിൽ നമുക്കറിയാം ഈ ആംഗിളും ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് ആണ്. ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. അതുകൊണ്ട് നമുക്ക് എന്തെഴുതാം? X is equal to 50 ഡിഗ്രി എന്ന് എഴുതാം. എന്താണ് റീസൺ എഴുതുന്നത്? ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ്. അതുകൊണ്ട് നമുക്ക് എന്ത് കിട്ടി? X is equal to 50 ഡിഗ്രി എന്ന് കിട്ടി. അപ്പൊ ആദ്യത്തെ X കിട്ടി. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? Y കണ്ടുപിടിക്കണം. നോക്കുക, വീണ്ടും ഞാൻ പറയണേ, ABയും CDയും പാരലൽ ആണ്. PR അതിന്റെ ട്രാൻസ്വേഴ്സൽ ആണെങ്കിൽ AB പാരലൽ ടു CD ആൻഡ് ട്രാൻസ്വേഴ്സൽ PR എടുക്കുന്നു. ഏതാണ് ട്രാൻസ്വേഴ്സൽ? PR എടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ഈ ആംഗിളും ഓൾട്ടർനേറ്റ് ആംഗിൾസ് ആയിരിക്കും. മനസ്സിലാവുന്നുണ്ടല്ലോ? AB പാരലൽ ടു CD ആൻഡ് ട്രാൻസ്വേഴ്സൽ PR. PR എന്ന് പറയുന്ന ലൈനിന്റെ ഓൾട്ടർനേറ്റ് ആയിട്ട് വരുന്ന ആംഗിൾ എന്ന് പറയുന്നത് ഈ ലൈൻ നോക്കണ്ട. മനസ്സിലാവുന്നുണ്ട്? ഈ ലൈൻ നമ്മൾ നോക്കണ്ട. ഈ ലൈൻ ഓൾട്ടർനേറ്റ് ആയിട്ട് വരുന്ന ആംഗിൾസ് ആണ് ഈ ആംഗിളും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? ഇത് ഏത് ആംഗിളാണ്? ആംഗിൾ APR. ആംഗിൾ APR ഈസ് ഈക്വൽ ടു ആംഗിൾ PRD എന്ന് എഴുതാം. ആംഗിൾ APR ഈസ് ഈക്വൽ ടു ആംഗിൾ PRD എന്ന് എഴുതാം. എന്താണ് റീസൺ? ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ്. മനസ്സിലായല്ലോ? ഇനി നോക്കുക, ആംഗിൾ APR എന്ന് പറയുന്ന ആംഗിളിനെ 2 ആംഗിൾ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. ആംഗിൾ APR എന്ന് പറയുന്ന ആംഗിളിനെ 2 ആംഗിൾ ആയിട്ടാണ് സ്പ്ലിറ്റ് ചെയ്തേക്കുന്നത്. ഒരു ആംഗിൾ 50 ഡിഗ്രി, ഒരു ആംഗിൾ Y. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ആംഗിൾ APRനെ എങ്ങനെ എഴുതാം? 50 പ്ലസ് Y എന്ന് എഴുതാം അല്ലേ? ഈ 2 ആംഗിളിന്റെ സം ആണ് ഈ ടോട്ടൽ ആംഗിൾ APR എന്ന് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് ആംഗിൾ APRനെ എങ്ങനെ എഴുതാം? ആംഗിൾ 50 ഡിഗ്രി പ്ലസ് Y എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു ആംഗിൾ PRD. PRD എത്ര ഡിഗ്രിയാണ്? 127 ഡിഗ്രി അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് Y എന്ന് എഴുതാം? 127 ഡിഗ്രി മൈനസ് 50 ഡിഗ്രി. ദാറ്റ് ഈസ് ഈക്വൽ ടു 77 ഡിഗ്രി. മനസ്സിലായല്ലോ? നമുക്ക് എക്സും വൈയുമാണ് വേണ്ടത്. എക്സിന്റെ വില 50 ഡിഗ്രി എന്ന് കിട്ടി, വൈയുടെ വില 77 ഡിഗ്രി എന്ന് കിട്ടി. മനസ്സിലായല്ലോ? 6th ക്വസ്റ്റ്യൻ ആണ്. ഇൻ ഫിഗർ PQ and RS are two mirrors അല്ലേ?
പി ക്യൂവും ആർ എസും രണ്ട് മിറേഴ്സ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. മിറേഴ്സ് പ്ലേസ്ഡ് പാരലൽ ടു ഈച്ച് അതർ, അതായത് രണ്ട് പാരലൽ ആയിട്ടാണ് പ്ലേസ് ചെയ്തേക്കുന്നത്. പി ക്യൂവും ആർ എസും രണ്ട് മിറേഴ്സ് ആണ്, അവ തമ്മിൽ പാരലലുമാണ്. ആ ഇൻസിഡന്റ് റേ എ ബി, ഇൻസിഡന്റ് റേ എ ബി മിററിലേക്ക് പതിക്കുന്ന റേ ആണ് എ ബി. ആ ഇൻസിഡന്റ് റേ എ ബി സ്ട്രൈക്സ് ദ മിറർ പി ക്യൂ അറ്റ് ബി, അല്ലേ? അത് എവിടെ പതിക്കുന്നു? ബി എന്ന് പറയുന്ന പി ക്യൂയില് ബി എന്ന് പറയുന്ന പോയിന്റിൽ സ്ട്രൈക്ക് ചെയ്യുന്നു, അല്ലേ? എന്താണ് പറഞ്ഞിരിക്കുന്നത്? ആ ഇൻസിഡന്റ് റേ എ ബി സ്ട്രൈക്സ് ദ മിറർ പി ക്യൂ അറ്റ് ബി. അതായത് പി ക്യൂ എന്ന മിററിൽ പതിക്കുന്ന പോയിന്റിന് നമ്മൾ എന്തെന്ന പേര് കൊടുത്തു? ബി എന്ന പേര് കൊടുത്തു. ദ റിഫ്ലക്റ്റഡ് റേ മൂവ്സ് അലോങ് ദ പാത്ത് ബി സി. റിഫ്ലക്ട് ചെയ്യുന്ന റേ ഏത് പാത്തിലൂടെ മൂവ് ചെയ്യുന്നു? ബി സി എന്ന് പറയുന്ന പാത്തിലൂടെ മൂവ് ചെയ്യുന്നു. ആൻഡ് സ്ട്രൈക്സ് ദ മിറർ ആർ എസ് അറ്റ് സി. അത് എവിടെ സ്ട്രൈക്ക് ചെയ്യുന്നു? ആർ എസ് എന്ന് പറയുന്ന റേയിൽ സി എന്ന് പറയുന്ന പോയിന്റിൽ സ്ട്രൈക്ക് ചെയ്യുന്നു. മനസ്സിലാവുന്നുണ്ടല്ലോ? ആൻഡ് അഗൈൻ റിഫ്ലക്ട് ബാക്ക് അലോങ് സി ഡി. അവിടെ നിന്ന് അത് എന്ത് ചെയ്യുന്നു? വീണ്ടും റിഫ്ലക്ട് ചെയ്യുന്നു. അപ്പൊ എ ബി എന്ന് പറയുന്നത് ഇൻസിഡന്റ് റേ ആണ്. അത് പി ക്യൂവിൽ പതിച്ചിട്ട് അവിടെ നിന്ന് റിഫ്ലക്ട് ചെയ്യുന്നു. എന്നിട്ട് ആർ എസ് എന്ന് പറയുന്ന റേയിൽ വന്ന് പതിക്കുന്നു. അവിടെ നിന്ന് വീണ്ടും അതെന്ത് ചെയ്യുന്നു? റിഫ്ലക്ട് ചെയ്യുന്നു. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പം എ ബി എന്ന് പറയുന്നത് ഇൻസിഡന്റ് റേ ആണ്. എ ബി സ്ട്രൈക്സ് ദ മിറർ പി ക്യൂ അറ്റ് ബി. ദ റിഫ്ലക്റ്റഡ് റേ മൂവ്സ് എലോങ് ദ പാത്ത് ബി സി. അവിടെ നിന്നത് റിഫ്ലക്ട് ചെയ്യുന്നു. എവിടേക്ക്? ആർ എസിലേക്ക്. വീണ്ടും സി ആർ എസിൽ പതിച്ചിട്ട് വീണ്ടും അത് എന്ത് ചെയ്യുന്നു? എഗെയിൻ റിഫ്ലക്റ്റഡ് ബാക്ക് അലോങ് സി ഡി. മനസ്സിലായല്ലോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഈ എ ബിയും സി ഡിയും പാരലലാണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. എന്താണ്? എ ബി എന്ന് പറയുന്ന റേയും സി ഡി എന്ന് പറയുന്ന റേയും പാരലലാണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ നോക്കാം, നമ്മൾ ആദ്യം നോക്കുന്നത്, നമുക്കിവിടെ കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്. പി ക്യൂ എന്ന് പറയുന്ന മിററും ആർ എസ് എന്ന് പറയുന്ന മിററും പാരലലാണ്, അല്ലേ? രണ്ട് പാരലൽ ലൈൻസ് ആണ്. നമ്മൾ ഇവിടെ ഒരു കൺസ്ട്രക്ഷൻ നടത്താൻ പോവുകയാണ്. എന്താണ് കൺസ്ട്രക്ഷൻ എന്ന് ചോദിച്ചാൽ, പി ക്യൂവിന് പെർപെൻഡിക്കുലർ ആയിട്ട് നമ്മൾ ഒരു ലൈൻ വരയ്ക്കുന്നു, ബി എൽ. എന്തിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ്? പി ക്യൂവിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു ലൈൻ വരയ്ക്കുന്നു, അല്ലേ? കൺസ്ട്രക്ഷൻ എന്താണ് വരയ്ക്കാൻ പോകുന്നത്? പി ക്യൂ ബി എൽ പെർപെൻഡിക്കുലർ ടു പി ക്യൂ. ബി എൽ എന്ന് പറയുന്ന ഒരു ലൈൻ വരയ്ക്കുന്നു. എവിടേക്ക്? പി ക്യൂവിന് പെർപെൻഡിക്കുലർ ആയിട്ട്. അതുപോലെ തന്നെ സി എം പെർപെൻഡിക്കുലർ ടു ആർ എസ്. സിയിൽ നിന്ന് ഒരു ലൈൻ വരയ്ക്കുന്നു, സി എം എന്ന് പേര് കൊടുക്കുന്നു. ആർ എസിന് പെർപെൻഡിക്കുലർ ആയിട്ട് വരയ്ക്കുന്നു. സി എം പെർപെൻഡിക്കുലർ ടു ആർ എസ്. ബി എൽ പെർപെൻഡിക്കുലർ ടു പി ക്യൂ. പിന്നെ മൂന്നാമത്തെ കണ്ടീഷൻ പി ക്യൂ പാരലൽ ടു ആർ എസ്. ഇത് നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നതാണ്. ഇത് നമ്മൾ നടത്തിയ കൺസ്ട്രക്ഷൻ ആണ്. ഈ മൂന്ന് കണ്ടീഷനും കൂടെ വെച്ച് നമുക്ക് എന്ത് പറയാൻ പറ്റും? ബി എല്ലും സി എമ്മും പെർപെൻഡിക്കുലർ ലൈൻ ആണ്, അല്ലേ? ബി എല്ലും സി എമ്മും പെർപെൻഡിക്കുലർ ലൈൻ ആണ് എന്ന് വെച്ചാൽ രണ്ട് പെർപെൻഡിക്കുലർ ലൈൻ വരച്ചു കഴിഞ്ഞാൽ അത് എന്തായിരിക്കും? പാരലൽ ആയിരിക്കും, അല്ലേ? നോക്കുക, പി ക്യൂ എന്ന് പറയുന്നതും ആർ എസ് എന്ന് പറയുന്ന ലൈനിലും പാരലൽ ലൈനിൽ നിന്ന് വരയ്ക്കുന്ന രണ്ട് പെർപെൻഡിക്കുലേഴ്സ് ആണ്. പി ക്യൂവും ആർ എസും പാരലലാണ്. ആ രണ്ട് പാരലൽ ലൈനിൽ നിന്ന് വരയ്ക്കുന്ന പെർപെൻഡിക്കുലേഴ്സ് ആണ് ബി എല്ലും സി എമ്മും. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ബി എൽ പാരലൽ ടു സി എം എന്ന് പറയാം. മനസ്സിലാവുന്നുണ്ടല്ലോ? രണ്ട് പാരലൽ ലൈനിൽ നിന്ന് വരച്ച പെർപെൻഡിക്കുലേഴ്സ് ആണ് ബി എല്ലും സി എമ്മും. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ബി എല്ലും സി എമ്മും പാരലൽ ആയിരിക്കും. അത് കാരണം അത് ഒരിക്കലും കൂട്ടിമുട്ട് എവിടെയെങ്കിലും വെച്ചൊരിക്കലും അത് മീറ്റ് ചെയ്യത്തില്ല. പാരലൽ ലൈനിൽ നിന്നാണ് വരച്ചേക്കുന്നത്. അതുപോലെ തന്നെ പെർപെൻഡിക്കുലർ ലൈൻസ് ആണ് വരച്ചേക്കുന്നത്. ഒരിക്കലും അത് ഒരിടത്തും മീറ്റ് ചെയ്യത്തില്ല. സോ ബി എൽ ഈസ് പാരലൽ ടു സി എം എന്ന് എഴുതാം. ഇനി നോക്കുക, ബി എല്ലും സി എമ്മും പാരലൽ ആണെങ്കിൽ
ബി സി എന്നാണ് പറഞ്ഞത് അതിന്റെ ട്രാൻസ്വേഴ്സൽ ആയിട്ട് നമുക്ക് എടുക്കാം. ബി സി എന്താണെന്ന് എടുക്കാം, ഒരു ട്രാൻസ്വേഴ്സൽ ആയിട്ട് എടുക്കാം. ബി എൽ പാരലൽ ടു സി എം ആൻഡ് ട്രാൻസ്വേഴ്സൽ ബി സി ആണെന്നിരിക്കട്ടെ. ബി എല്ലും സി എമ്മും പാരലൽ ലൈൻസുമാണ്. ബി സി അതിന്റെ ട്രാൻസ്വേഴ്സലുമാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഓൾട്ടർനേറ്റ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. ഇവിടെ ഏതൊക്കെയാണ് ഓൾട്ടർനേറ്റ് ആംഗിൾസ്, ആംഗിൾ എയും ആംഗിൾ ബിയും ഇല്ലേ. ആംഗിൾ എയും ആംഗിൾ ബിയും നമുക്ക് എന്ത് പറയാം, ഈക്വൽ ആണെന്ന് പറയാം ഇല്ലേ. അങ്ങനെയാണെങ്കിൽ ആ ആംഗിളിന്റെ പേര് നമുക്കൊന്ന് കൊടുക്കാം. ഏതൊക്കെയാണ് ആംഗിളിന്റെ പേര്, ആംഗിൾ എൽ ബി സി ഇസിക്കൽ ടു ആംഗിൾ ബി സി എം. ആംഗിൾ എൽ ബി സി ഇസിക്കൽ ടു ആംഗിൾ ബി സി എം എന്ന് കൊടുക്കാം. കാണുന്നുണ്ടല്ലോ, ആംഗിൾ എൽ ബി സി ഇസിക്കൽ ടു ആംഗിൾ ബി സി എം എന്ന് കൊടുക്കാം. വേണമെങ്കിൽ നമുക്ക് ഈ ലെറ്റേഴ്സ് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. ഇതിന് വേണമെങ്കിൽ സി ഡി എന്ന് കൊടുക്കാം. മനസ്സിലാകുന്നുണ്ടല്ലോ, സിയും ഡിയും എന്നും കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ ലെറ്റേഴ്സ് മാത്രം യൂസ് ചെയ്യാം. ആംഗിൾ എ ഇസിക്കൽ ടു ആംഗിൾ ബി എന്ന് എഴുതാം. മനസ്സിലാവുന്നുണ്ടല്ലോ, ഇത് ഒന്നാമത്തെ കണ്ടീഷൻ. ഫസ്റ്റ് കണ്ടീഷൻ ആണ് ഓൾട്ടർനേറ്റ് ആംഗിൾസ് ഈക്വൽ ആകും എന്നുള്ളത്. ബ്രാക്കറ്റിൽ ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ്, ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ്. ഇതാണ് ഫസ്റ്റ് ഇക്വേഷന്റെ കണ്ടീഷൻ, ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ്. ഇനിയും നോക്കുക, നമ്മൾ ഫിസിക്സിലൊക്കെ പഠിച്ചിട്ടുണ്ട് ആംഗിൾ ഓഫ് ഇൻസിഡന്റ് എന്ന് പറയുന്നത്, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ ഇല്ലേ. ഇൻസിഡന്റ്, ആംഗിൾ ഓഫ് ഇൻസിഡന്റ് എന്ന് പറയുന്നത് ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ ഈക്വൽ ആയിരിക്കും. ഏതാണ് ഇവിടുത്തെ ഇൻസിഡന്റ് ആംഗിൾ, സി ആണ്. റിഫ്ലക്ട് ചെയ്യുന്ന ആംഗിൾ ഏതാണ്, ആംഗിൾ എ ആണ്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ എന്ന് എഴുതാമല്ലോ. അങ്ങനെയാണെങ്കിൽ അത് ഏത് ആംഗിൾ ആയിരിക്കും വരുന്നത്, നോക്കുക, സി ഈസ് ഈക്വൽ ടു എ എന്ന് എഴുതാം. സി ഈസ് ഈക്വൽ ടു എ. ഇക്വേഷൻ നമ്പർ 2 എന്താണ്, റീസൺ എന്താണ്, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ, ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ എന്ന് എഴുതാം. മനസ്സിലായല്ലോ. അതേപോലെ തന്നെ ഇവിടെയും ഉണ്ട് ഇൻസിഡന്റ് ആംഗിളും റിഫ്ലക്റ്റഡ് ആംഗിളും ഇല്ലേ. ഇവിടെയും ഉണ്ട് ഇൻസിഡന്റ് ആംഗിളും റിഫ്ലക്ട് ചെയ്യുന്ന ആംഗിളും. അങ്ങനെയാണെങ്കിൽ ഇവിടെയും നമുക്ക് അപ്ലൈ ചെയ്യാം. ബി ഈസ് ഈക്വൽ ടു ഡി. ഇൻസിഡന്റ് ആംഗിൾ റിഫ്ലക്ട് ചെയ്യുന്ന ആംഗിളിന് ഈക്വൽ ആണെന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം, ബി ഈസ് ഈക്വൽ ടു ഡി എന്ന് എഴുതാം. റീസൺ എന്ത് തന്നെയാണ്, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. നമുക്ക് 3 കണ്ടീഷൻ കിട്ടി. 3 കണ്ടീഷൻ നമുക്ക് കിട്ടി. ഒന്ന് എ ഈസ് ഈക്വൽ ടു ബി എന്ന് കിട്ടി, ഒന്ന് സി ഈസ് ഈക്വൽ ടു എ എന്ന് കിട്ടി, ഒന്ന് ബി ഈസ് ഈക്വൽ ടു ഡി എന്ന് കിട്ടി. മനസ്സിലായല്ലോ. ഈ 3 കണ്ടീഷനും കൂടെ നമ്മൾ എന്ത് ചെയ്യാൻ പോവുകയാണ്, ആഡ് ചെയ്യാൻ പോവുകയാണ്. 3 കണ്ടീഷനും കൂടെ നമ്മൾ ആഡ് ചെയ്യാൻ പോവുകയാണ്. നോക്കാം. ഇക്വേഷൻ 1 + 2 + 3 എന്ന് ആഡ് ചെയ്യാൻ പോകണം. 3 ഇക്വേഷനും കൂടെ ഞാൻ ആഡ് ചെയ്യാൻ പോകണം. എങ്ങനെയാണ് ഇക്വേഷൻ ആഡ് ചെയ്യുന്നത്, ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഒരുമിച്ച് ആഡ് ചെയ്യുക, റൈറ്റ് ഹാൻഡ് സൈഡ് ഒരുമിച്ച് ആഡ് ചെയ്യുക. നോക്കാം എന്തായിരിക്കും വരുന്നത്. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്ന് പറഞ്ഞാൽ എ പ്ലസ് സി പ്ലസ് ബി ഈസ് ഈക്വൽ ടു ബി പ്ലസ് എ പ്ലസ് ബി എന്നാണ് അല്ലേ. ലെഫ്റ്റിൽ എ പ്ലസ് സി പ്ലസ് ഡി ബി എന്ന് വരും, റൈറ്റിൽ ബി പ്ലസ് എ പ്ലസ് ഡി എന്ന് വരും. നമുക്കറിയാം ഒരുപോലെ ഈക്വൽ ടു ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഒരുപോലെയുള്ള നമ്പേഴ്സ് ക്യാൻസൽ ആക്കാം. പോസിറ്റീവ്സ് ആണെങ്കിൽ പോസിറ്റീവ് തമ്മിൽ ക്യാൻസൽ ആക്കാം, നെഗറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് തമ്മിൽ ക്യാൻസൽ ആക്കാം. ഇവിടെ നമുക്ക് എയും എയും ക്യാൻസൽ ആക്കാം, ബിയും ബിയും ക്യാൻസൽ ആക്കാം. ബാക്കി നമുക്ക് എന്ത് കിട്ടി, സി ഈസ് ഈക്വൽ ടു ഡി എന്ന് കിട്ടി. ഇക്വേഷൻ നമ്പർ 4 എന്ന് കൊടുക്കുക. നമുക്ക് എന്ത് കിട്ടി, സിയും ഡിയും ഈക്വൽ ആണെന്ന് കിട്ടി. ഈ ആംഗിളും ഈ ആംഗിളും ഈക്വൽ ആണെന്ന് കിട്ടി. നമുക്ക് കൊണ്ടുവരേണ്ടത് എന്താണ്, പ്രൂവ് ചെയ്യേണ്ടത്, എ ബിയും സി ഡിയും പാരലൽ ആണെന്നാണ് കൊണ്ടുവരേണ്ടത്. നോക്കുക, സിയും ഡിയും ഈക്വൽ ആണെന്ന് കിട്ടി. അത് ഇക്വേഷൻ നമ്പർ 4 എന്ന് കൊടുത്തു. ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ഒന്നാമത്തെ ഇക്വേഷനും 4th ഇക്വേഷനും കൂടെ ഞാൻ ആഡ് ചെയ്യാൻ പോവുകയാണ്. വീണ്ടും ഫസ്റ്റ് ഇക്വേഷനും 4th ഇക്വേഷനും കൂടെ ഞാൻ ആഡ് ചെയ്യാൻ പോവുകയാണ്. എന്ത് വരും,
ഫസ്റ്റ് ഇക്വേഷന്റെ ലെഫ്റ്റ് സൈഡ് എ ആണ്, ഫോർത്ത് ഇക്വേഷന്റെ ലെഫ്റ്റ് സൈഡ് സി ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഫസ്റ്റ് ഇക്വേഷന്റെ റൈറ്റ് സൈഡ് ബി ആണ്, ഫോർത്ത് ഇക്വേഷന്റെ റൈറ്റ് സൈഡ് ഡി ആണ്. നോക്കുക, എ പ്ലസ് സി ഈസ് ഈക്വൽ ടു ബി പ്ലസ് ഡി എന്നാണ് കിട്ടിയേക്കുന്നത്. നോക്കിക്കേ, എ പ്ലസ് സി എന്ന് പറയുന്നത് ഏത് ആംഗിൾ ആണെന്ന് നോക്കുക. കണ്ടല്ലോ, ആംഗിൾ എ ബി സി. ഏത് ആംഗിൾ ആണ്? ആംഗിൾ എ ബി സി ഈക്വൽ ടു ബി പ്ലസ് ഡി എന്ന് പറയുന്നത് ഈ ആംഗിൾ ആണ്. ഇത് ഏത് ആംഗിൾ ആണെന്ന് നോക്കുക, ബി സി ഡി. ആംഗിൾ ബി സി ഡി. നോക്കുക, ആംഗിൾ എ ബി സിയുടെ എ ബി സി എന്ന് പറയുന്ന ആംഗിൾ ഈ ഫുൾ ആംഗിൾ ആണ്. പിന്നെ ബി സി ഡി എന്ന് പറയുന്നത് ഈ ഫുൾ ആംഗിൾ ആണ് അല്ലേ. നോക്കുക, ഈ ആംഗിൾസിന്റെ ഒരു പ്രത്യേകത നോക്കിക്കേ. ദേ ഇവിടെ ഒരു ബി സി എന്ന് പറയുന്ന ട്രാൻസ്വേഴ്സൽ ഉണ്ട് അല്ലേ. ബി സി എന്ന് പറയുന്ന പി ക്യൂവും ആർ എസും പാരലൽ ആണ്. അതിലെ ട്രാൻസ്വേഴ്സൽ ആണ് ഈ ലൈനെങ്കിൽ ഈ ആംഗിൾസ് ആണ് നമുക്ക് ഈക്വൽ ആയിട്ട് കിട്ടിയേക്കുന്നത്. ഈ ആംഗിൾസ് ഈക്വൽ ആകണമെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? നോക്കിക്കേ, ഈ ആംഗിൾസ് ഈക്വൽ ആകണമെങ്കിൽ നോക്കുക, ഈ ലൈനിലും വരച്ച ട്രാൻസ്വേഴ്സൽ ആണിത്. ആ ലൈനിന്റെ അപ്പുറവും ഇപ്പുറവുമുള്ള ആംഗിൾസ് ആണ് ഇത്. ഈ ലൈനിന്റെ ഓൾട്ടർനേറ്റ് ആംഗിൾസ് ആണ് ഇവിടെ നമുക്ക് ഈക്വൽ ആയിട്ട് കിട്ടിയേക്കുന്നത് ഇല്ലേ. നോക്കുക, ഈ ലൈനിന്റെ ഓൾട്ടർനേറ്റ് കിടക്കുന്ന ആംഗിൾസ് ആണ് ആംഗിൾ എ ബി സിയും ആംഗിൾ ബി സി ഡിയും. അവ നമുക്ക് ഈക്വൽ ആയിട്ട് കിട്ടണമെങ്കിൽ നമുക്കറിയാം എപ്പോഴാണ് ഓൾട്ടർനേറ്റ് ആംഗിൾസ് ഈക്വൽ ആകുന്നത്? രണ്ട് പാരലൽ ലൈനെ ട്രാൻസ്വേഴ്സൽ കട്ട് ചെയ്യുമ്പോൾ ഇല്ലേ. അപ്പോൾ നമുക്ക് ഇത് ഓൾട്ടർനേറ്റ് ആംഗിൾസ് ആണ്. ഈ ലൈനിന്റെ അപ്പുറവും ഇപ്പുറവുമുള്ള ആംഗിൾസ് ആണ് നമുക്ക് ഈക്വൽ ആയിട്ട് കിട്ടിയേക്കുന്നത്. അതിന്റെ അർത്ഥം എ ബി എന്ന് പറയുന്നതും സി ഡി എന്ന് പറയുന്നതും രണ്ട് പാരലൽ ലൈനാണ്. ആ പാരലൽ ലൈനിലെ ട്രാൻസ്വേഴ്സൽ ആണ് ബി സി എന്ന് എഴുതാം. ഈ രണ്ട് ആംഗിൾസും പെയർ ഓഫ് ഓൾട്ടർനേറ്റ് ആംഗിൾസ് ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് എഴുതാം? എ ബി പാരലൽ ടു സി ഡി. ഇതെന്ന് പറയുന്നത് എന്താണ്? പെയർ ഓഫ് ഓൾട്ടർനേറ്റ് ആംഗിൾസ് അല്ലേ. പെയർ ഓഫ് ഓൾട്ടർനേറ്റ് ആംഗിൾസ് ആണ്. അതാണ് നമുക്ക് ഈക്വൽ ആയിട്ട് കിട്ടിയേക്കുന്നത്. അത് എപ്പോഴാണ് ഈക്വൽ ആയിട്ട് നമുക്ക് കിട്ടാറുള്ളത്? രണ്ട് പാരലൽ ലൈനെ ട്രാൻസ്വേഴ്സിൽ കട്ട് ചെയ്യുമ്പോൾ. അപ്പോൾ നമുക്ക് എന്തുറപ്പിക്കാം? എന്തുറപ്പിക്കാം? എ ബി ഈസ് പാരലൽ ടു സി ഡി ആണെന്ന് ഉറപ്പിക്കാം. മനസ്സിലായോ?